പെരിയ ശ്രീ പുലിഭൂത ദേവസ്ഥാനത്ത് കഴിഞ്ഞ 10 ദിനങ്ങളിലായി നടന്നുവന്ന നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ കളിയാട്ട മഹോത്സവം സമാപിച്ചു. ഇഷ്ടദൈവങ്ങളുടെ ദർശന പുണ്യം തേടി ആയിരങ്ങളാണ് കളിയാട്ടത്തിന്റെ വിവിധ ദിനങ്ങളിൽ രാപ്പകൽ ഭേദമന്യേ ദേവസ്ഥാനത്ത് എത്തിയത്. നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം നടന്നതിന്റെ നിറവിലും നിലവിലുമാണ് ഇക്കുറി പെരിയ പുലിഭൂത ദേവസ്ഥാനത്ത് കളിയാട്ട മഹോത്സവം നടന്നത്. അതുകൊണ്ട് തന്നെ കളിയാട്ടത്തിന്റെ ഓരോ ദിനങ്ങളിലും രാപ്പകൽ ഭേദമില്ലാതെ അഭൂതപൂർവമായ ജനസഞ്ചയമാണ് ദേവസ്ഥാനത്തിനകത്തും പുറത്തുമായി ഇഷ്ടദൈവങ്ങളുടെ ദർശന സൗഭാഗ്യം തേടി കാത്തുനിന്നത്. നടുക്കളിയാട്ട ദിവസം നടന്ന തിരുമുൽക്കാഴ്ച സമർപ്പണം ദേവസ്ഥാനത്തിന് വർണ്ണപ്പൊലിമ പകർന്നപ്പോൾ വീരവും ശൂരവും മുഖമുദ്രയായ പുലിക്കണ്ടം തെയ്യത്തിന്റെ വാളുവലി ഭക്തി ആവേശം കൊടിമുടി കയറുന്ന മഹനീയ കാഴ്ചയായി. വാദ്യമേളങ്ങളുടെയും ആരവങ്ങളുടെയും ഉച്ചസ്ഥായിയിൽ പെരിയയുടെ മണ്ണും മനസ്സും അലിഞ്ഞു. പുള്ളിക്കരിങ്കാളിയമ്മയുടെ പുറപ്പാടും ഭക്തിനിർഭരമായ ആയിരത്തിരിയും ദർശിക്കാൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും കാതങ്ങൾ താണ്ടിയും ആയിരങ്ങൾ ദേവസ്ഥാനത്തെത്തി. കളിയാട്ട ഭാഗമായി കെട്ടിയാടിയ കാളപ്പുലിയൻ, പുല്ലൂർണൻ, പുല്ലൂരാളി, കരിന്ത്രായർ, വിഷ്ണുമൂർത്തി തെയ്യങ്ങളും ഭക്തമനസ്സുകൾക്ക് വരമൊഴി ദർശനത്തിലൂടെ സാന്ത്വനം ചൊരിഞ്ഞു. സമാപന സുദിനത്തിൽ രാവിലെ കാളപ്പുലിയൻ, പുലിക്കണ്ടം തെയ്യങ്ങളുടെ പുറപ്പാടിന് ശേഷം 4 മണിയോടെ പുല്ലൂരാളിയും അരങ്ങിലെത്തി. തുടർന്ന് നടന്ന വിഷ്ണുമൂർത്തിയുടെയും പുല്ലൂർണന്റെയും സംഗമനൃത്തം വിശ്വാസഹൃദയങ്ങൾക്ക് സുഹൃത ദർശനമായി. മീത്തൽ വീട് തറവാട്ടിലേക്കും വേങ്ങയിൽ വീട്ടിലേക്കുമുള്ള തെയ്യങ്ങളുടെ എഴുന്നള്ളത്തിലും ആബാലവൃദ്ധം ജനങ്ങളും അനുഗമിച്ചു. കളിയാട്ടത്തിന് പരിസമാപ്തി കുറിച്ച് നടന്ന തേങ്ങയേറിൽ ബാല്യക്കാരുടെ ആരവവും ആവേശവും വാനോളമുയർന്നു. ഇടതടവില്ലാതെ വിഭവസമൃദ്ധമായ അന്നദാനം നൽകിയും അതിഥികളെ യഥോചിതം വരവേറ്റും ആഘോഷ കമ്മിറ്റി മഹോത്സവത്തെ മാതൃകാപരമാക്കി. മതമൈത്രിയുടെ മഹിത പാരമ്പര്യം മുഖമുദ്രയായ പെരിയ നാടിന് അത് ഊട്ടിയുറപ്പിക്കുന്നതിനുള്ള സുദിനങ്ങൾ കൂടിയാണ് പുലിഭൂത ദേവസ്ഥാനത്തെ ഓരോ കളിയാട്ടക്കാലവും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.